ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കൃപയാൽ അങ്കമാലിക്കടുത്ത് ആഴകം ഇമ്മാനുവേൽ മിഷൻ TV ചാനലിൽ കൂടെ ഞങ്ങൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് അല്പനേരത്തെ ചിന്തയ്ക്കായി ഒരു വേദ വചനം വായിച്ച് നമുക്ക് ആരംഭിക്കാം. ഇന്ന് വായിക്കാണ്ടിരിക്കുന്ന ഭാഗം എബ്രായർക്കെതിരെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ തിരുവചനമാണ്. ഇപ്രകാരം അതിൽ വായിക്കുന്നു: ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ടാൽ നാം ക്രിസ്തുവിൽ പങ്കാളികളായി തീർന്നിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങൾ അവന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ മത്സരത്തിൽ എന്ന പോലെ നിങ്ങളുടെ ഹൃദയങ്ങളെ കഠിനമാക്കരുത് എന്ന് പറയുന്നതിന് ആരാകുന്നു കേട്ടിട്ട് മത്സരിച്ചവർ? മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ. 40 ആണ്ട് അവരോട് കുതിച്ച് പാപം ചെയ്തവരല്ലയോ അവരുടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടതിന് അനുസരണം കെട്ടവരോട് അല്ലാതെ പിന്നെ ആരോടാകുന്നു? ഇങ്ങനെ അവിശ്വാസ നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല എന്ന് നാം കാണുന്നു. ഞങ്ങളെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കർത്താവ് നമ്മെ വിളിച്ചു, വേർതിരിച്ചു, നാം ഇറങ്ങിത്തിരിച്ചു വിശ്വാസത്തോടെ. എന്നാൽ പലരും ഇന്ന് കാണുന്നില്ല. കാരണം ആദ്യ വിശ്വാസം അവസാനത്തോളം വരെ മുറുകെ പിടിക്കാൻ കഴിയാത്ത അനേകരെ കാണാം. അതിനെക്കുറിച്ചാണ് നാം എബ്രായ ലേഖനം വായിച്ചത്. നമുക്കറിയാം, മിസ്രയീമിൽ കിടന്ന ഇസ്രായേല്, ഫറവോന്റെ ഇരുമ്പ് ചൂളയിൽ കിടന്ന് അയ്യം വിളിച്ച ഇസ്രായേല്, അവിടെ കിടന്ന് അയ്യം വിളിച്ചപ്പോൾ കേട്ട ദൈവം മോശ മുഖാന്തരം അവരെ അവിടെ നിന്ന് വിടുവിച്ചു. ചെങ്കടൽ കടന്നു. കർത്താവിന്റെ അനേക അത്ഭുതങ്ങളും അടയാളങ്ങൾ കണ്ടു, ഇറങ്ങിത്തിരിച്ചു. അവർ എന്ത് ചെയ്തു? ദൈവത്തോട് മത്സരിച്ചു, പാപം ചെയ്തു, ദൈവത്തോട് പിറുപിറുത്തു. അത് ദൈവത്തിന് ഇഷ്ടമല്ലായിരുന്നു. പ്രിയമുള്ളവരെ, അവരെ കുറിച്ചാണ് നാം വായിച്ചത്. അതിന്റെ 16-ാമത്തെ വാക്യം വായിക്കുന്നു: മിസ്രയീമിൽ നിന്ന് മോശ മുഖാന്തരം പുറപ്പെട്ടു വന്നവർ എല്ലാവരുമല്ലോ 40 ആണ്ട് അവരോട് ക്രുദ്ധിച്ചു, പാപം ചെയ്തു, അവിടെ ശവങ്ങൾ മരുഭൂമിയിൽ വീണുപോയി. എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കയില്ല എന്ന് ആണയിട്ടത് അനുസരണം കെട്ടവരല്ലാതെ പിന്നെ ആരോടാകുന്നു പറയുക? അവരെ കരച്ചിൽ കേട്ട ദൈവം, ഇസ്രായേലിന്റെ കരച്ചിൽ കേട്ട ദൈവം, അവരെ ആ പ്രയാസം പ്രതികൂലം കണ്ട ദൈവം മോശയെ നമുക്കറിയാം അഹരോനെയും വിട്ടാണ് അവരെ വിടുവിച്ചത്. പ്രിയമുള്ളവരെ, ഫറവോന്റെ അധീനത്തിൽ നിന്ന് വിടുവിച്ച ഇസ്രായേൽ ജനം ദൈവത്തിനില്ല. ദൈവത്തിന്റെ അത്ഭുതങ്ങൾ കണ്ടു, അടയാളങ്ങൾ കണ്ടു, വീരപ്രവൃത്തികൾ കണ്ടു. അവർ മരുഭൂമിയിൽ കടന്നപ്പോൾ ദൈവത്തോട് പറഞ്ഞു ചോദിച്ചു, ഞങ്ങളുടെ ഇറച്ചി കലത്തിന്റെ നടുവില് കിടന്ന് ഒന്നും കണ്ടിട്ടില്ലാത്ത തിന്നിട്ടില്ലാത്ത ഒരു പറയാം. എന്നാ ദൈവം അവരെ ആഗ്രഹത്തെ മനസ്സിലാക്കി കടലിൽ കിടന്ന ദിവ്യാന്റെ അവിടെ നിന്ന് എന്ത് ചെയ്യാ? ചിറക് വെച്ച് മരുഭൂമിയിലേക്ക് പറത്തിവിട്ടു. കയ്യെത്താവുന്ന ദൂരത്തിൽ അവർ പിടിച്ച് ആ പക്ഷി എന്ത് ചെയ്തു? അവരറുത്തു ഭക്ഷിച്ചു. ഭക്ഷിച്ച് വയറ് നിറഞ്ഞു. എന്നിട്ടും ദൈവത്തോട് അവർ മറുതലിച്ചു. അത് മാത്രമല്ല, ദൈവം അനേക അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും വീരപ്രവൃത്തിയാലും ദൈവം അവരെ നടത്തി. എന്നിട്ട് ദൈവത്തോട് അവർ പാപം ചെയ്തു. അതുകൊണ്ടാണ് അനേകര് മരുഭൂമിയിൽ പട്ടുപോയത്. പ്രിയമുള്ളവരെ, നാമും കർത്താവിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാ. വിശ്വാസത്തോടെ ഇറങ്ങിത്തിരിച്ചു. നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കണമേ. ഇന്ന് ഈ പകൽക്കാലം ഞങ്ങളെ കേൾക്കുന്ന പ്രിയ സ്നേഹിതന്മാരെ, സഹോദരന്മാരെ, സഹോദരിമാരെ, കുഞ്ഞുങ്ങളെ, ഇതൊരു വലിയ സംഭവമാണ്. നാം ദൈവം വിളിച്ചു ഇറങ്ങിത്തിരിച്ചു വിശ്വാസത്താൽ. എന്നാൽ ആ വിശ്വാസം നമുക്ക് മുറുകെ പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ബലഹീനത വരുമ്പോൾ, വീഴ്ച വരുമ്പോൾ, താഴ്ച വരുമ്പോൾ നാം മറത്തു നിൽക്കുകയാണോ? സ്നേഹമുള്ളവരെ, വിളിച്ചവനാരാ? വിശ്വസ്തനാ ദൈവമാണ്. നിന്നെ വഴിയിട്ടിച്ച് പോകാനല്ല ദൈവം വിളിച്ചത്. നിന്റെ പ്രതികൂലത്തില് നിന്നെ തള്ളിക്കളയാനല്ല ദൈവം വിളിച്ചത്.
നിന്റെ രോഗത്തിൽ നിന്നെ ഉപേക്ഷിക്കാനല്ല ദൈവം വിളിച്ചത്, കൂടെ ഇരിക്കാനാണ്, നടത്തുവാനാണ്. എവിടത്തോളം വരെ? കനാൻ ദേശം എത്തുന്നവരെ. നമുക്കറിയാം ഈ ഇസ്രായേൽ ജനത്തിന് 11 ദിവസത്തെ വഴി നടന്നാൽ അവർക്ക് അവിടെ ചെല്ലാമായിരുന്നു, കനാൻ ദേശത്ത് ചെല്ലാമായിരുന്നു. പക്ഷെ അവർക്ക് എന്ത് സംഭവിച്ചു? അവരെന്ത് ചെയ്യാ? ദൈവത്തോട് മത്സരിച്ച ഒറ്റ കാരണത്താൽ, ദൈവത്തോട് പാപം ചെയ്ത ഒറ്റ കാരണത്താൽ അവരെ 40 വർഷം ആ മരുഭൂമിയിലിട്ട് ദൈവം ഉഴന്നു നടക്കുമാറാക്കി. അതുകൊണ്ട് അനേകര് ആ മരുഭൂമിൽ പട്ടുപോയി പറയുമ്പോൾ അത് നമ്മൾ വായിച്ചത്, അനേകര് ശവങ്ങള് ആയി മാറിയേണ്ടി വന്നു. എത്ര പേര് ഇറങ്ങിത്തിരിച്ചു? 600,000 6 ലക്ഷത്തിൽ പരം ആൾക്കാരെ ഇറങ്ങിത്തിരിച്ചതാ. പക്ഷെ അവർക്ക് അനേകർക്ക് കനാൻ ദേശം എത്തുവാൻ സാധിച്ചില്ല. നാം ഇറങ്ങിത്തിരിച്ചു. ഇതിനെക്കുറിച്ചിട്ടൊക്കെ കൊരിന്ത്യ ലേഖനത്തില് പൗലോസ് കൊരിന്ത്യരുടെ സഭയ്ക്ക് വളരെ വിശദമായി എഴുതുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. അതിന്റെ കൊരിന്ത്യ ലേഖനം അതിന്റെ 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വളരെ വിശദമായിട്ട് അത് കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് അവിടെ വിശദമായിട്ട് അത് എഴുതി പറയുന്നുണ്ട്. നമുക്കൊന്ന് വായിക്കാം ഭാഗം. 10-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം തുടങ്ങി വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് വായിക്കുന്നത്: ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടതിന് തന്നെ. ജനം തിന്നുവാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹ ആരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്തു. ഒരു ദിവസത്തിൽ 23,000 പേർ വീണു പോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ചു, സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്തു, സംഹാരിയാൽ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോക അവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം പ്രിയമുള്ളവരെ, ഇവിടെ കൊരിന്ത്യർക്ക് പൗലോസ് എഴുതുമ്പോൾ പറയാണ്, കൊരിന്ത്യർ വിശ്വാസികൾ എന്ത് ചെയ്യാം? അവർ ഒത്തിരി ദൈവത്തോട് ഇതുപോലെ പാപം ചെയ്തു. എന്തൊക്കെ അവർ ചെയ്തതെന്ന് അവിടെ പറയുന്നത്? പരസംഗം ചെയ്തു, ചിലർ പരീക്ഷിച്ചു, സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. പിന്നെ പറയാ, അവര് ചിലർ പിറുപിറുത്തു, അത് ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. പിന്നെ സംഹാരിയാൽ നശിച്ചു പോയതുപോലെ പ്രിയമുള്ളവരെ നിങ്ങൾ പിറുപിറുക്കരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും മുന്നേ നാം കേട്ടതുപോലെ ജീവിതത്തിൽ പ്രതികൂലം പ്രയാസം വരുമ്പോൾ, തകർച്ച വരുമ്പോൾ, നിരാശ വരുമ്പോൾ, മറ്റവരൊക്കെ നമ്മളെ തടയുമ്പോൾ, ഉപേക്ഷിക്കുമ്പോൾ, തള്ളപ്പെടുമ്പോൾ, കൈവിടപ്പെടുമ്പോൾ നമുക്ക് ചിന്തിക്കും, ദൈവമേ ഞാൻ വന്നത് പ്രയാസമായോ, ഞാൻ വന്നത് അബദ്ധമായോ എന്ന് നമ്മൾ ചിന്തിക്കും. അബദ്ധമല്ല പ്രിയമുള്ളവരെ, നാം വന്നത് യഥാർത്ഥ വഴിയിലാണ് വന്നു നിൽക്കുന്നത്. ഒരു കാലത്ത് ഈ വഴിയെക്കുറിച്ച് ഞങ്ങൾക്ക് നിശ്ചയമില്ലായിരുന്നു, എന്താണ് വിശ്വാസമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ജീവിച്ച എന്നോട് എന്റെ ദൈവം എന്നെ വിളിച്ചപ്പോൾ എവിടെ ചെല്ലും, എന്തായിത്തീരുന്നു കണക്കാക്കിയാൽ ഇറങ്ങി തിരിച്ചത്. എന്താണ് വിശ്വാസം എനിക്ക് അറിയില്ലായിരുന്നു. ഈ കനാൻ ദേശം എവിടെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എന്നാ ദൈവം വിളിച്ചു. ഈ വലിയ സമാധാന സന്തോഷം ഞങ്ങൾക്ക് നൽകി തന്നു. ദൈവം നടത്തി പോറ്റി പോഷിപ്പിച്ചു. ഇന്ന് എന്താണ് വിശ്വാസം നമുക്ക് മനസ്സിലായി. വിശ്വാസം നായിനും പൂർത്തി വരുന്ന യേശു നോക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചു. രോഗം വന്നു, ഭാരം വന്നു, പ്രയാസം വന്നു, തകർച്ച വന്നു. സ്നേഹമുള്ളവരെ, 9 ബ്ലോക്കുള്ള ഒരു വ്യക്തിയാണെന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. 9 ബ്ലോക്കുള്ള ഒരു വ്യക്തി ജീവിക്കുമോ? എന്നാൽ ദൈവം എന്നോട് കരുണ കാണിച്ചു, ദയ കാണിച്ചു. ഞാൻ വലിയൊരു ബൈപ്പാസിന് പോയി എന്റെ ബൈപ്പാസ് ചെയ്ത ഒരു വ്യക്തിയാണ്. ഡോക്ടർ പോലും എന്നെ കൈവിട്ടതാ. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ കടന്നു പോകുമ്പോൾ ഡോക്ടർ പറഞ്ഞു, എന്റെ പേര് വരീസ് എന്നാണ്. വരീസേ, ജീവനോടെ വരീസ് കടന്നു പോന്നു. ഏതവസ്ഥയിലാണ് അവിടെ കടന്നു പോയെന്ന് എനിക്ക് അറിയില്ല. നോക്കണേ, ഡോക്ടർ പോലും ഒരു ഗ്യാരണ്ടി പറഞ്ഞില്ല. എന്നാൽ സ്വർഗത്തെ ദൈവം കരഞ്ഞുള്ള ദൈവം ആകൊണ്ട് ആ ദൈവം എനിക്ക് ആയുസ് തന്നു. അവിടെ ജീവനോടെ ദേശത്ത് ജീവനുള്ള ഇന്ന് നിങ്ങളോട് ഈ വചനം പറയാ പ്രിയമുള്ളവരെ. നാം വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുന്ന യേശു നോക്കണം. നമ്മുടെ നോട്ടം മാറിപ്പോകരുത്. നമുക്കറിയാം പത്രോസ് അവന്റെ നോട്ടം മാറിയതുകൊണ്ടാണ്
അവൻ ആ കടലിൽ താണുപോകാൻ കാരണം നമുക്കറിയാം അല്ലെ. കർത്താവ് നോക്കി അവൻ അത് മുന്നോട്ട് പോയപ്പോൾ ആ കടലിൽ കൂടി അവൻ നടക്കുവാനുള്ള ആ ശക്തി പവർ അവനും ഉണ്ടായിരുന്നു. എന്നാൽ നോട്ടം മാറി ഇരച്ച് അതെ അടങ്ങാത്ത തെരയുമായി വന്ന ആ തെരയിലേക്ക് നോക്കി, കൊടുങ്കാറ്റിലേക്ക് നോക്കി അവൻ ഭയന്നു, പേടിച്ചു, അവൻ താണുപോയി. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ആ വിശ്വാസത്തിൽ താഴാതെ നാം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നേറുവാൻ കർത്താവ് ഈ വചനം നിങ്ങളെ സഹായിക്കും. പ്രിയമുള്ളവരെ, കൊരിന്ത് സഭയ്ക്ക് സംഭവിച്ചോലെ അവർ പരസംഗം ചെയ്തു, അത് പാപം ചെയ്തു, ദൈവത്തോട് പിറുപിറുത്തു, മറത്തു നിന്നു. അവിടെ എന്ത് ചെയ്യുക? അവർ അധപതത്തിലേക്ക് കടന്നു പോകാൻ കാരണം ജീവിതത്തില് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാതിരിപ്പാൻ നമുക്ക് ഈ പകൽക്കാലം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ വരാതിരിപ്പാൻ, ഈ മരുപ്രയാണത്തിൽ പട്ടുപോകാതിരിപ്പാൻ. നമ്മൾ മുന്നേ വായിച്ച പോലെ അനേകര് മരുഭൂമിയിൽ പട്ടുപോയി. അവർ എവിടെ നിന്ന് വന്നവരാ? നിശ്ചയം വിട്ടവരാ. എവിടേക്ക് പോകേണ്ടവരാ? അവർ കനാൻദേശത്തേക്ക് പോകേണ്ടവരാ. പക്ഷെ അവർ എത്തിച്ചേരുവാൻ കഴിയാതെ ആ മരുഭൂമിയില് പട്ടുപോയി. ചുരുക്കം പേർക്ക്, 2 പേർക്ക് മാത്രമേ കനാൻ ദേശത്ത് എത്തിച്ചേരാൻ കഴിയുള്ളൂ. നാമും നിശ്ചയം വിട്ടവരാ, പാപഭംഗിതമായ ആ ദേശം വിട്ടവരാ, ഇരുമ്പ് ചൂളെന്ന് നാം കടന്നു പോകുന്നവരാ, ദൈവത്തിൽ നിന്ന് അനേക കാര്യങ്ങൾ അനുഭവിച്ചവരാ, കർത്താവിന്റെ വിടുതൽ കണ്ടവരാ, സൗഖ്യം പ്രാപിച്ചവരാ. അത് മാത്രമല്ല അവന്റെ വൻ കാര്യങ്ങള് അനുഭവങ്ങൾ കണ്ട് മുന്നേറിയാണ്. പ്രിയമുള്ളവരെ, ഈ മരുഭൂമിയിൽ നാം പട്ടുപോകാതെ താണുപോകാതെ നമുക്ക് എവിടെ എത്തിച്ചേരണം? കനാൻ ദേശത്ത് എത്തിച്ചേരണം. അതിനായി ദൈവം നിങ്ങളെ സഹായിക്കും. അതിന് ചെയ്യണം? ആദ്യ വിശ്വാസം അവസാനത്തോളം വരെ മുറുകെ പിടിക്കണം. മുറുകെ പിടിക്കുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഇന്ന് ഈ പകൽക്കാലത്ത്, ഈ രാവിലെ സമയം പ്രിയമുള്ളവരെ, അതിനെ കുറിച്ചൊക്കെ ഒത്തിരി പറയാനുണ്ട്. എബ്രായലേഖനം 3-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം വായിച്ചു. ഇനി അത് തന്നെ 6-ാം അധ്യായത്തിന്റെ 11 വായിക്കുമ്പോൾ അവിടെയും ഒരുപാട് കാര്യങ്ങള് പറയുന്നുണ്ട്. ആരെ കുറിച്ചിട്ടാണ്? ഇസ്രായേലിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് ക്രിസ്ത്യാനികൾക്കും അവരുടെ ജീവിതത്തിനും അവർ നല്ല ഉത്സാഹത്തിലാണ് വന്നത്. ദൈവത്തെ കണ്ടറിഞ്ഞു വന്നവരാ. പക്ഷെ അവരുടെ ജീവിതത്തിലും ഈ പ്രതികൂലം പ്രയാസമേറിയപ്പോൾ ദൈവത്തിന്റെ ശാസന ദൈവത്തോട് മറന്നടിച്ചു. അതുകൊണ്ട് അവർക്ക് അവരുടെ ജീവിതത്തിൽ അനേക പ്രതികൂലം കടന്നു വന്നു. ദൈവത്തോട് മറന്നടിച്ചപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോട് മറന്നടിച്ചാൽ നമ്മുടെ ജീവിതത്തിലും ഈ പ്രയാസങ്ങൾ കടന്നു വരും. വരാതിരിപ്പാൻ ഈ പകൽക്കാലം വലിയ ദൈവം നമ്മെ അനുഗ്രഹിക്കും. അവരെ അധപതത്തിന്റെ 3 പടികളാണ് നമ്മൾ വായിച്ചത്. 1 മത്സരം, 2 പാപം, 3 അനുസരണക്കേട്. അങ്ങനെ നോക്കണമേ. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ പുറപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത് വളരെ വിശദമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കറിയാം, ഏകദേശം 11 ദിവസത്തെ യാത്ര കൊണ്ട് 200 മൈൽ നടന്ന് അവർക്ക് കനാനിൽ എത്താമായിരുന്ന ആ കൂട്ടരാണ് മരുഭൂമിയിൽ പട്ടുപോയത്. ദൈവത്തോടുള്ള മറന്നെടുപ്പ്, ദൈവത്തോട് പാപം ചെയ്തു, അനുസരണക്കേട് കാണിച്ചു. അങ്ങനെ വരാതിരിപ്പാൻ ഈ പകൽക്കാലം ദൈവത്വ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തെല്ലാം. കർത്താവ് ഇന്ന് പകൽക്കാലം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.